ഇന്ന് രാവിലെ നോമിനേഷൻ മുമ്പ് ക്ഷേത്രങ്ങളിലേക്ക് പോയി എങ്ങനെയാണ്? ഗുരുവായൂർ, അതുപോലെ മമ്മിയൂർ ക്ഷേത്രം, നാരായണൻകുളങ്ങര, ശങ്കരൻകുളങ്ങര ക്ഷേത്രം, ഇത്രയും ക്ഷേത്രങ്ങളിൽ പോയി അച്ഛൻ്റെ അമ്മയുടെയും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് അവരുടെ ഇവിടെ സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങി ഇനി നോമിനേഷൻ കൊടുക്കാം. ഈ പല ഘട്ടങ്ങളിൽ പ്രചരണം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞല്ലോ, എങ്ങനെയാണ് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്? നല്ല ഒരു റെസ്പോൺസാണ്. ഇപ്പോൾ രണ്ടാം ഘട്ടം കഴിഞ്ഞ് സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ പുതുക്കാട് നിയോജകമണ്ഡലത്തിൽ ഒന്നാം ഘട്ടം പൂർത്തിയായി. എല്ലായിടത്തും നല്ല റെസ്പോൺസാണ്. സാധാരണ ജനങ്ങൾ വളരെയധികം ഈ യാത്രേനെ വരവേൽക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞതാണ്. രാത്രി 10 മണിയായി ഇന്നലത്തെ പ്രചരണം അവസാനിച്ചപ്പോൾ. ഈ 10 മണി വരെയും പ്രത്യേകിച്ച് വരന്തരപ്പള്ളി ഭാഗത്തൊക്കെ വന്യമൃഗങ്ങൾ പോലെ ഇറങ്ങുന്ന പ്രദേശത്ത് പോലും ആളുകൾ സ്ഥാനാർത്ഥിയെ കാണാൻ വരികയും അവരുടെ പരാതികളും മറ്റും പറയുകയുണ്ടായി. ഇപ്പോൾ 100% ഞങ്ങൾ വിജയം ഉറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മറ്റു പല രീതിയിലുള്ള ചർച്ചകളിലേക്ക് പ്രത്യേകിച്ച് തൃശ്ശൂർ പോകുന്നുണ്ട്. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞൊരു ഇടവേളയ്ക്ക് ശേഷം ED ഉൾപ്പെടെയുള്ള വളരെ സജീവമാകുന്നുണ്ട്. എന്താണ് അത് നൽകുന്ന സൂചന? അല്ല, ED ഇപ്പം സജീവമാവുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുക. ഇത് ഡീലുറപ്പിക്കാനുള്ള EDയുടെ നോട്ടീസാണ്. കാരണം അത്ര വലിയൊരു ആക്ഷനിലേക്കൊന്നും ED പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ EDയുടെ ലക്ഷ്യം മോഡിക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് 1-2 പേരെ അയക്കുക. ആ ലക്ഷ്യമാണ് ഈ നോട്ടീസിന്റെ പുറകിൽ. അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു ശക്തമായിട്ടുള്ള നടപടി ED സ്വീകരിക്കേണ്ടതല്ലേ. ED എന്താ സ്വീകരിക്കാൻ? ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. ED ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമ്പോൾ വല്ലാത്ത പേടിയുണ്ടെന്ന് തോന്നുന്നല്ലോ CPM നേതാക്കൾക്ക്. അല്ല, അത് അവര് കട്ട ആൾക്കാർക്ക് പേടിയുണ്ടാവും. പക്ഷേ അങ്ങനെ പേടിയൊന്നും അവർക്ക് പുറത്ത് കാണിക്കുന്ന പേടിയൊന്നും അവർക്ക് അകത്തില്ല. കാരണം ഡീൽ എന്താണെന്ന് അവർക്കറിയാം. അതിനാണല്ലോ പിണറായി CPM ഓഫീസിൽ വന്ന് ആരും പേടിക്കേണ്ട, ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ കാരണം. സാർ, SDPIയുടെ പിന്തുണ ശരിക്കും ഈ കോൺഗ്രസിന് അടിക്കാനുള്ള ഒരു വലിയ BJP CPM ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അക്കാര്യത്തിൽ എന്താണ്? അല്ല, ആരൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്? അതിലിപ്പോൾ SDPIയുടെ എന്ന് പറയുമ്പോൾ അത് പറയാൻ CPMന് എന്താ യോഗ്യത? ഞാൻ പറയാം, നേമത്ത് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടിന് മുമ്പ് തന്നെ SDPI പറഞ്ഞല്ലോ ഞങ്ങൾ ശിവൻകുട്ടീനെയാണ് സഹായിച്ചതെന്ന്. അപ്പോൾ അവർ ഓരോ ഇലക്ഷനിൽ ഓരോരുത്തരെ സഹായിക്കാറുണ്ട്. ഇത്തവണ UDFനെ പിന്തുണ പ്രഖ്യാപിച്ചു. അതിന് അത്ര വലിയ ഒരു ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമൊന്നും. അത് ഞാൻ പറയാം, വോട്ടർ പട്ടികയിൽ പേരുള്ള സഹായിക്കുന്ന ആരെയും വോട്ട് വേണ്ടെന്ന് ആരും പറയില്ല. ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ ആൾക്കാർ വോട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. SDPIയുടെ എന്നല്ല, വോട്ടർ പട്ടികയിൽ പേരുള്ള ആരോ വോട്ടും ആവാം. പിന്നെ ED 1-2 സീറ്റ് എന്ന് പറഞ്ഞല്ലോ, പിന്നെ ഡീല് അത് ഏതൊക്കെ സീറ്റ് അവർ ലക്ഷ്യം വെക്കുന്നത്? സീറ്റ് തൃശ്ശൂരും തിരുവനന്തപുരം തന്നെ, അല്ലാണ്ട് വേറെ ഏതാ? ആ ഡീലില് പിന്നെ എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടോ? ഞാൻ ആ ഡീലിൽ ഒട്ടും ഭയപ്പെടുന്നില്ല. ആ ഡീല് ഉണ്ടെന്ന് കരുതി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.